ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്നലെ തിങ്കളാഴ്ച ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഏറ്റവും സുപ്രധാനമായൊരു റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം, സമസ്ത നടത്തിയ മഹാചരിത്ര സമ്മേളനം കാസർഗോഡ് കുനിയയിൽ വെച്ച് നടന്ന ആ സംസ്ഥാന മഹാസമ്മേളനത്തിൽ ആ പരിപാടിയിൽ സംബന്ധിക്കാനും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ചരിത്രപരമായ ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളികളാവാനും ഒക്കെ എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട പുന്നത്ത് ഉണ്ണീൻക, അതുപോലെ തന്നെ പ്രിയങ്കരനായ ചിലക്കാടൻ അബൂബക്കർക്ക, അതുപോലെ തന്നെ പുത്തരങ്ങാടി കിഴക്കേ തലക്കൽ അബ്ബാസ്ക, പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ കൗണ്ടത്ത് ഫാറൂഖ്, അതുപോലെ തന്നെ കുളച്ചാലിൽ അനീസ് അടക്കമുള്ളവരോടൊപ്പമാണ് ഈ മഹാസമ്മേളനത്തിൽ കാസർഗോഡ് കുനിയയിലെത്തിയത്. ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളികളാവാൻ കഴിഞ്ഞത് ജീവിതത്തിൽ മറക്കാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. 10,000-കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത ഇതുപോലുള്ള ചരിത്ര മുഹൂർത്തം ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഞാൻ നീട്ടിപ്പരത്തുന്നില്ല. ചന്ദ്രികയിൽ വന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ചരിത്രം കുറിച്ച വിശ്വാസ മഹാസംഗമം എന്ന തലക്കെട്ടിൽ ഹാരിസ് മടവൂർ എഴുതിയിട്ടുള്ള ലേഖനമാണ്. നമുക്ക് ആ ലേഖനം ഒന്ന് കേട്ടു നോക്കാം. ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ട് പിന്നിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രയാണം പുതിയൊരു ചരിത്ര തീരമണഞ്ഞു. കാസർഗോഡ് കുനിയയിലെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗരിയിൽ അലയടിച്ച ജനലക്ഷങ്ങളുടെ സാന്നിധ്യം സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ അജയ്യത ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതി. ആദർശവിശുദ്ധിയുടെ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം സംഘശക്തിയുടെ അജയ്യത അത്യുച്ചത്തിൽ ഉദ്ഘോഷിക്കുകയാണ്. കാലത്തിൻ്റെ അനിവാര്യതയും ചരിത്രത്തിൻ്റെ കരുതുവെപ്പുമായി ഒരു നൂറ്റാണ്ട് മുമ്പ് രൂപീകൃതമാകുമ്പോൾ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും മാത്രമായിരുന്നു പൂർവസൂരികളുടെ കൈമുതൽ. നിഷ്കളങ്കതയുടെ മേൽ അസ്ഥിവാരമിട്ടതൊന്നും നിഷ്ഫലമാകില്ലെന്ന മഹാത്വചനത്തിൻ്റെ അകംപൊരുളായിരുന്നു പിന്നീടുള്ള സമസ്തയുടെ പ്രയാണം. ത്യാഗങ്ങളുടെ പൂമാലകളും പ്രതിസന്ധികളുടെ തീഷ്ണാനുഭവങ്ങളും അവസരങ്ങളായി മാറിയപ്പോൾ ഉഗ്രപ്രതാപികളായ നേതൃത്വത്തെ സമസ്തയ്ക്ക് വരദാനമായി ലഭിച്ചു. വരക്കൽ മുല്ലക്കോയത്തങ്ങളെന്ന പ്രഥമ അധ്യക്ഷൻ മുതൽക്ക് ആ പരമ്പര ഒരിടർച്ചയും അനുഭവിക്കാതെ വർത്തമാനകാലത്തിൽ എത്തി നിൽക്കുകയാണ്. കാലത്തിനനുസരിച്ച് കർമ്മ പദ്ധതികളും പ്രവർത്തന വീതികളുമായി കാലുഷ്യത്തിൻ്റെ ഈ കാലത്തും സമുദായത്തിന് തണുപ്പും തണലും നൽകി ശാന്തമായി എന്നാൽ സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സംഘടനയുടെ പ്രൗഢി പൂർണാർത്ഥത്തിൽ പ്രതിഫലിപ്പിച്ചാണ് 100ാം വാർഷിക സമ്മേളനം കുനിയയിൽ പരിസമാപ്തിക്കെത്തിയത്. സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ ശതാബ്ദിയുടെ പ്രതീകമായി 100 പതാകകൾ കുനിയയുടെ നീലാകാശത്തേക്ക് ഉയർന്നപ്പോൾ ഒരു പതിറ്റാണ്ടിനപ്പുറം ആലപ്പുഴയുടെ കടൽ തീരത്തെ സാക്ഷി നിർത്തി ജനലക്ഷങ്ങളെ കോൾമയിൽ കൊള്ളിച്ച് മുസ്ലിം ഉമ്മത്തിൻ്റെ നായകൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രഖ്യാപനത്തിന് കർമ്മസാക്ഷ്യമാവുകയായിരുന്നു. വരക്കൽ മക്കാമിൽ നിന്നെത്തിച്ച പതാകതയോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിശുദ്ധ ഭൂമികയിൽ
നിന്നെത്തിച്ച 99 പതാകകൾ സമസ്ത മുസാവറ അംഗങ്ങളുടെയും സംഘടനാ നേതാക്കളുടെയും പൗരപ്രമുഖരുടെയും കരങ്ങളാൽ ഉയർന്നു. ധന്യ പാരമ്പര്യത്തിൻ്റെ കൈവഴി എന്നോണം പാണക്കാട്ടെ വലിയ തങ്ങൾ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത സമ്മേളനം ചരിത്രത്തിലേക്കാണ് നടന്നെടുത്തത്. 30-ലധികം സെഷനുകളിലായി മത, സാമൂഹിക, രാഷ്ട്രീയ, വൈജ്ഞാനിക രംഗങ്ങളിലെ ഒട്ടനവധി പ്രമുഖരാണ് സമ്മേളനത്തിൽ അണിനിരന്നത്. പുതിയ കാലത്തിൻ്റെ രീതികളും പ്രവണതകളും തിരിച്ചറിഞ്ഞ് പ്രബോധന വീതിയിലേക്ക് സമ്മേളനം സമർപ്പിക്കുന്ന 11,111 ദായികൾ ഉൾപ്പെടെ 33,313 അംഗങ്ങളാണ് ഒരുമിച്ച് കൂടിയത്. ദായികൾ 5 ദിവസവും അല്ലാത്തവർ 3 ദിവസവുമാണ് ചിന്തകളുടെയും ആലോചനകളുടെയും ലോകത്ത് വിഹരിച്ചത്. ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇത്രയും പേർ ഈ രീതിയിൽ ഒരുമിച്ചിരിക്കുന്ന ക്യാമ്പ് മുൻ മാതൃകയില്ലാത്തതും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണെന്നുള്ളതുമാണ് വിലയിരുത്തപ്പെടുന്നത്. ഓരോ അംഗവും പ്രത്യേകം നിരീക്ഷണത്തിന് വിധേയമാകുന്ന തരത്തിലുള്ള സക്രിയതയും സന്മാർഗതയും ക്യാമ്പിൻ്റെ സവിശേഷതയായിരുന്നു. ചീഫ് അമീറിന് കീഴിൽ 3 ബ്ലോക്ക് നാവിഗേറ്റേഴ്സ്, അതിന് കീഴിൽ 10 ക്ലസ്റ്റർ നാവിഗേറ്റേഴ്സ്, അതിന് കീഴിലായി 313 ക്ലസ്റ്റർ ഫോഴ്സ്, അവർക്ക് കീഴെയായി 626 സപ്പോർട്ടിംഗ് ഫോഴ്സ്, അവർക്ക് കീഴിൽ ഓരോ 3 പേർക്കും വീതം ഓരോ നാസിഹ് ഉപദേഷ്ടാവ് എന്നിങ്ങനെയായിരുന്നു ക്യാമ്പിൻ്റെ നിയന്ത്രണം. IS ഇസ്ലാം ബ്ലോക്ക്, IM ഇമ്രാൻ ബ്ലോക്ക്, IH ഇഹ്സാൻ ബ്ലോക്ക് എന്നീ 3 ബ്ലോക്കുകളിലായാണ് ക്യാമ്പ് ഒരുക്കിയത്. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ ഒരുക്കിയ പന്തലും ക്യാമ്പിൻ്റെ അച്ചടക്കത്തിന് അനുഗുണമായ രീതിയിലായിരുന്നു. സമസ്തയുടെ സേവനങ്ങൾ ദശാന്തരങ്ങൾ ഭേദിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതിഫലമെന്നോണം അന്താരാഷ്ട്ര മഹാസമ്മേളനമാണ് 100ാം വാർഷികം സംഘടിപ്പിക്കപ്പെട്ടത്. സമസ്ത സൃഷ്ടിച്ച വൈജ്ഞാനിക വിപ്ലവമായ മതവിജ്ഞാനത്തിൻ്റെ സാർവത്രികത കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ വഴിയിലെ നാഴികക്കല്ലാണ്. മദ്രസ സംവിധാനം ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതിശീഘ്രം പടർന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തെ പോലെ തന്നെയോ അതിലുപരിയോ ആവേശത്തോടെയും പ്രതീക്ഷകളോടെയുമാണ് ലോക മുസ്ലിം സമൂഹം 100ാം വാർഷിക സമ്മേളനത്തെ കണ്ടത്. സമ്മേളനത്തിൽ അതിഥികളായ വിദേശ പ്രതിനിധികളുടെ സമസ്തയെക്കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തലുകൾ ഈ മുന്നേറ്റത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ്. മദ്രസ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വളർച്ചയ്ക്കും വികാസത്തിനും വേഗം കൂട്ടുന്നു. ബംഗളൂരുവിൽ നടന്ന 100ാം വാർഷിക പ്രഖ്യാപനത്തിൻ്റെ ജനപങ്കാളിത്തവും തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള പ്രതിനിധികളുടെ സാന്നിധ്യവും അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ ഗരിമയും പൊലിവും 100ാം വാർഷികത്തിന് സമ്മാനിക്കുകയുണ്ടായി. ജനലക്ഷങ്ങൾ പങ്കെടുത്ത സമാപന സമ്മേളനം വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗരിയെ അക്ഷരാർത്ഥത്തിൽ ശുഭ്ര സാഗരമായി. പ്രിയങ്കരനായ ഹാരിസ് മടവൂരിൻ്റെ ആ ഒരു വീക്ഷണം, അദ്ദേഹത്തിൻ്റെ വരച്ചുകാട്ടൽ കൃത്യമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. നമുക്കറിയാം, ഈ മഹാസംഘടന സമസ്ത എന്ന മഹാപ്രസ്ഥാനം അത് 100 വർഷം പിന്നിടുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ
കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സംഘടന എല്ലാം തരണം ചെയ്തുകൊണ്ട് കൃത്യമായി തന്നെ ജനമധ്യത്തിൽ തുറന്നു കാട്ടുന്ന ഒരു മഹാസംഘടനയാണ് സമസ്ത എന്നുള്ളത്. അതിൻ്റെ 100ാം വാർഷികമാണ് ഈ കാസർഗോഡ് കുനിയേലിൽ വെച്ച് നടന്നത്. ആ മഹൽ ഒത്തുകൂടലിന്, ആ മഹൽ സമ്മേളനത്തിലേക്ക് അതിലെത്തിപ്പെടാൻ കഴിയുക എന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ചരിത്രപരമായ ഒരു ദൗത്യമാണ്. അതിലെ എത്തിപ്പെടാനും ആ മഹാസമ്മേളന നഗരിയിൽ നേരത്തെ ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 100ഓളം പതാകകൾ, വാനിലേക്ക് ഉയർത്തിയ പതാകകൾ നേരിൽ കാണാനും അതുപോലെ തന്നെ അവിടെ ഒരുക്കിയ മഹാസംഗമ വേദിയും മറ്റും നേരിട്ട് കാണാനും ആ മഹാസംഗമത്തിൽ പങ്കാളികളാവാനും കഴിയുക എന്നത് ജീവിതത്തിൽ മറക്കാത്ത അനുഭവം സമ്മാനിച്ച ഒരു ദിനമായിരുന്നു. ഏതായാലും ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. ആ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മഹാസംഗമം ഒരുക്കിയ സമസ്തയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അതിലൊരു വലിയ പ്രവർത്തകരായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതും ജീവിതത്തിൽ മറക്കാത്ത അനുഭവമായി കണക്കാക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ ചരിത്രം കുറിച്ച വിശ്വാസ മഹാസംഗമം എന്ന തലക്കെട്ടിൽ ചന്ദ്രികാ ദിനപത്രത്തിൽ ഹാരിസ് മടവൂർ എഴുതിയ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സംഭവമാക്കി കണക്കാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചരിത്ര നഗരി സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അവர்களுടെ നാമധേയത്തിലാണ്. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മൾക്ക് മുന്നിലൂടെ മൺമറഞ്ഞ് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട നേതാക്കളെ അള്ളാഹു സ്വർഗത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരോടൊപ്പം നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലുള്ള പണ്ഡിതന്മാർ, സയ്യിദന്മാർ, ഒരുപാട് ആളുകൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ മുതൽ അങ്ങ് ഒരുപാട് നേതാക്കൾ നമ്മൾക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. ഏതായാലും ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞത് ജീവിതത്തിൽ മറക്കാത്ത ഒരു ദിനം തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.